എം.ആർ. അഭിലാഷ്, സിദ്ദിഖിന് മുൻകൂർ ജാമ്യം ലഭിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത്. ഇവിടെ പ്രാദേശികമായി ഉയർന്ന പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്നത് ഈ കേസിനെ യഥാസമയത്ത് ഈ സിദ്ദിഖിൻ്റെ അറസ്റ്റിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതെ അന്വേഷണ സംഘം കാര്യങ്ങൾ നീട്ടിക്കൊണ്ടുപോയി എന്നൊരു ആരോപണമാണ് ഇവിടെ ഉയർന്നിരുന്നത്. അതുമായി ഏതെങ്കിലും തരത്തിൽ ഈ പറയുന്നത് പോലെ കോടതി നടപടിയെ ചേർത്ത് വയ്ക്കാനോ ഒന്നുമല്ല എങ്കിൽ കൂടി ഇതൊരു സ്വാഭാവികമായ നടപടി എന്ന നിലയ്ക്ക് മാത്രം നമ്മൾ വിലയിരുത്തിയാൽ മതിയോ? കേരള ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യാപേക്ഷ ചെല്ലുന്നു. ആ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ട് ഹൈക്കോടതി തീരുമാനമെടുക്കുന്നു. അതിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് അദ്ദേഹം സുപ്രീം കോടതിയിൽ വരുന്നു. 8 വർഷത്തെ ഡിലേ ഉണ്ട് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നത് ചൂണ്ടിക്കാട്ടി കോടതിയിൽ വാദിച്ചപ്പോൾ കോടതി പെട്ടെന്ന് നോട്ടീസ് ഇഷ്യൂ ചെയ്യുവാനും 2 ആഴ്ചയ്ക്ക് ശേഷം കേസ് ലിസ്റ്റ് ചെയ്യുവാനും അതുവരെ അറസ്റ്റ് പാടില്ല എന്ന് നിഷ്കർഷിക്കുകയും ചെയ്യുന്നു. അതിനകത്ത് പോലീസിന്റെയോ അല്ലെങ്കിൽ ഭരണകൂടത്തിന്റെയോ പരാജയം ഒന്നും കാണാൻ കഴിയില്ല. ഹൈക്കോടതിയിലാണെങ്കിലും സുപ്രീം കോടതിയിലാണെങ്കിലും സ്റ്റേറ്റ് കേസ് ശക്തമായി നടത്തുവാനാണ് ശ്രമിക്കുകയുണ്ടായത്. പക്ഷേ ഈ അതിജീവിത പരാതി കൊടുത്ത് ഹൈക്കോടതിയിലേക്ക് അദ്ദേഹം ആന്റിസിപ്പേറ്ററി ബെയിൽ ആപ്ലിക്കേഷനുമായി പോകുന്നത് വരെ ചോദ്യം ചെയ്യാൻ പോലും അദ്ദേഹത്തിനെ വിളിച്ചില്ല എന്നൊരു വളരെ ഗൗരവകരമായ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. അത് ഒഴിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് വളരെ വിജിലന്റ് ആയിട്ടായിരുന്നു ഇടപെട്ടിരിക്കുന്നത് കേട്ടോ. ഇപ്പോൾ ഇതൊരു താൽക്കാലിക ആശ്വാസം എന്ന നിലയ്ക്കാണോ വിലയിരുത്തേണ്ടത് അങ്ങനെയാണെങ്കിൽ? കാരണം കോടതി 2 ആഴ്ചയ്ക്ക് ശേഷം വീണ്ടും ഈ കേസ് എടുക്കുകയാണല്ലോ. ആഴ്ചയ്ക്ക് ശേഷം കോടതി എടുത്ത് 2 വിഭാഗത്തിനെയും വിശദമായിട്ട് കേട്ടതിന് ശേഷം കോടതിക്ക് ഒരു തീരുമാനം എടുക്കുവാൻ കഴിയും. ഇങ്ങനെ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ടുള്ള കേസുകളിൽ ചില കേസുകളിലൊക്കെ ഹർജി തള്ളുകയും ചെയ്ത സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നോട്ടീസ് ഇഷ്യൂ ചെയ്ത് ഇന്ററിം പ്രൊട്ടക്ഷൻ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ കേട്ടിട്ട് അത് അബ്സല്യൂട്ട് ആക്കുന്നതാണ് കൂടുതൽ പതിവായിട്ട് കാണുന്നത്. അപ്പോൾ കോടതിയിൽ സ്റ്റേറ്റിന് അതിന്റെ വാദം പറയുവാനും അതിജീവിതയ്ക്ക് അവരുടെ വാദം പറയുവാനും ഒക്കെയുള്ള അവസരം ഇനി കിട്ടുന്നുണ്ടാകും. നോട്ടീസ് ഇഷ്യൂ ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഈ മുൻകൂർ ജാമ്യം ലഭിച്ചത് കേസിന്റെ അന്വേഷണത്തെ ബാധിക്കുമെന്നൊക്കെ ഈ ഘട്ടത്തിൽ വിലയിരുത്താൻ നമുക്ക് കഴിയുമോ? ഇല്ല, മുൻകൂർ ജാമ്യം ലഭിച്ചിട്ടില്ലല്ലോ. ഇത് ഇന്ററിം പ്രൊട്ടക്ഷൻ അല്ലേ കിട്ടിയിരിക്കുന്നത്. മുൻകൂർ ജാമ്യം ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ടീസിന് ശേഷം 2 വിഭാഗത്തിനെയും കേട്ടിട്ട് ആ പ്രൊട്ടക്ഷൻ അബ്സല്യൂട്ട് ആക്കുകയാണെങ്കിലാണ് മുൻകൂർ ജാമ്യം ലഭിക്കുക എന്ന് പറയുന്നത്. പിന്നെ 8 വർഷം നടന്നിട്ടുള്ള സംഭവം ആയതുകൊണ്ട് ഇതിനകത്ത് കാര്യങ്ങൾ ഒന്നും റിക്കവറി ഒന്നും വളരെ സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ള ഒന്നും ഇല്ലല്ലോ. ഇതിനകത്ത് 8 വർഷം മുമ്പ് നടന്നതാണ്. പൊട്ടൻസി ടെസ്റ്റിന് കുറ്റാരോപിതനെ വിധേയനാക്കി കഴിഞ്ഞു. അപ്പൊ ഇനി കസ്റ്റഡിയൽ ഇന്ററോഗേഷൻ എന്തുകൊണ്ടാണ് പ്രാധാന്യമുള്ളതെന്നുള്ളത് കോടതിയിൽ ഉന്നയിക്കേണ്ടതായിട്ടുണ്ട്. സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്നതും സ്വാധീനിക്കുന്നതും ഒക്കെ സംബന്ധിച്ച് കോടതിക്ക് വേണമെങ്കിൽ ശക്തമായിട്ടുള്ള ജാമ്യത്തിന്റെ മാനദണ്ഡങ്ങൾ വെച്ചുകൊണ്ട് ജാമ്യോത്തരവ് പാസ്സാക്കാൻ കഴിയുന്നതാണ്. പക്ഷെ എപ്പോഴും കസ്റ്റോഡിയൽ ഇന്ററോഗേഷൻ ഒരു ടാക്ടിക്കൽ അഡ്വാൻറ്റേജ് ആണ് ഒരു അന്വേഷണ സംഘത്തിനെ സംബന്ധിച്ചിടത്തോളം.